കേരളത്തിലെ പഴനി എന്നറിയപ്പെടുന്ന ചോച്ചേരിക്കാവ് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഇന്നലെ പോയിരുന്നു. അപ്പോൾ ഇത്രയും സുന്ദര ഈ അമ്പലത്തിനെ പറ്റി എൻ്റെ ഇവിടെ അടുത്തൊരു ഇളയച്ചനുണ്ട്. ഞാനും ഇളയച്ചനും കൂടെയാണ് നടക്കാറ്. അപ്പോൾ ഇളയച്ചൻ പറയുമായിരുന്നു, മഞ്ജു അവിടെ പോവുകയാണെങ്കിൽ തൃശ്ശൂർ ടൗൺ മുഴുവൻ കാണാം. അതേപോലെ വ്യൂ നമ്മളിപ്പോൾ ഊട്ടിയിലെ മൂന്നാറിലൊക്കെ പോയ പോലെ അതേ പ്രകൃതി സൗന്ദര്യം. അപ്പോൾ നോക്കിയ ബിൽഡിങ്സ് മുഴുവൻ കാണാം. അപ്പോൾ ബിൽഡിങ്സ് അറിയില്ലെങ്കിൽ നമുക്ക് ശരിക്കും തൃശ്ശൂർ ടൗണിന് അറിയുന്ന ആൾക്കാർക്ക് ആ ബിൽഡിങ് ഏതൊക്കെയെന്ന് മനസ്സിലാവും. അത്ര ഹൈറ്റിലാണ് നമുക്ക് ഫുള്ള് ടൗൺ വ്യൂ കിട്ടും. അപ്പോൾ നൈറ്റിലൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അമ്പലത്തിൻ്റെ ടൈം എന്ന് പറഞ്ഞാൽ 5:30 to 10:30 ആണ്. 5:30 ഓപ്പൺ ആവും, 10:30 ക്ലോസ് ആവും. അമ്പലത്തിലേക്കുള്ള സ്റ്റെപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 250 സ്റ്റെപ്സ് എന്നാണ് അവിടെ കൗണ്ടറിലുള്ള അവരുള്ള ലേഡി പറഞ്ഞത്. പിന്നെ നെറ്റിൽ നോക്കിയപ്പോൾ 750 എന്ന് പറഞ്ഞു. 750 സ്റ്റെപ്സ് ഉണ്ടെന്ന് തോന്നിയില്ല. പക്ഷേ ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എനിക്ക് തോന്നിയത്, ഞാനൊരു ന്യൂട്രീഷനിസ്റ്റാണ്, പ്രത്യേകത തോന്നിയത് ഇപ്പോൾ നമ്മളൊരു 8 മണിയാകുമ്പോൾ 9 മണിക്കുള്ളിൽ അഭിഷേകം കാര്യങ്ങളൊക്കെ കഴിയും. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ അമ്പലത്തിലെത്തുക. എന്നിട്ട് പ്രദക്ഷിണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഒരു 10:30 അമ്പലം ക്ലോസ് ആകുമ്പോൾ ഇറങ്ങുക. അപ്പോൾ നമുക്ക് ഒരു ഡെയിലി ഒരു ഇയറിന് ആവശ്യമുള്ള വൈറ്റമിൻ ഡി നമുക്ക് കിട്ടും. അത്രയും സൺലൈറ്റ് അവിടെ വരും. അപ്പോൾ ഒരു സണ്ണി ഡേയിൽ പോവുക. പിന്നെ ഈ പ്രകൃതി ഭംഗി കാണാമെന്ന് പറഞ്ഞ് ഇത്രയും നയന മനോഹരമായ കാഴ്ച കാണണമെന്നുണ്ടെങ്കിൽ മൂന്നാർ ഊട്ടിയൊക്കെ പോകേണ്ടി വരും. ഇത്ര ഗ്രീനറി ഫുള്ള് തെങ്ങിൻ്റെ ഹൈറ്റാണ് ഈ കാണുന്നത്. തെങ്ങിൻ്റെ മേലെ കൂടിയാണ് വ്യൂ വരുന്നത്. അപ്പോൾ തൃശ്ശൂർ ടൗൺ കാണാമെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. അങ്ങനെ പോയി അമ്പലത്തിലെല്ലാവരും ഒന്ന് സന്ദർശിക്കണം.